ഓമക്കായ ഇഷ്ടമില്ലാത്തവരുണ്ടോ? ചിലപ്പോൾ ഇഷ്ടമില്ലാത്തവരുണ്ടാവൂലേ? പക്ഷെ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പൊട്ടിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ നന്നായി പഴുത്ത ഓമക്കായ അങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കാം, കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട്. അതിന് വേണ്ടിയിട്ട് ഓമക്കായയുടെ 4/1 ഭാഗമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള ഓമക്കായ. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര അതുകൊണ്ട് ചേർത്ത് കൊടുത്തുള്ളൂ. ഈ മധുരം കുറവുള്ളതാണെങ്കിൽ കുറച്ചുകൂടി മധുരം ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 1/2 കപ്പ് ഐസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് നട്ട്സ് ചെറുതാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. ബദാമും അണ്ടിപ്പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഈ നട്ട്സ് ഇടുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓമക്കായ ജ്യൂസ് ഇവിടെ തയ്യാറായി. ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തായിട്ട് ബാക്കിയുള്ള കഷ്ണം കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഓമക്കായ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഈ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ നെയ്യൊന്ന് ഉരുകി വരണ സമയത്ത് നമുക്കിതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇവിടെ ഇപ്പോൾ കാഷ്യൂ നട്ട്സും ബദാമും കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്യും ബദാമും ചെറുതാക്കി നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം നട്ട്സ് മൂത്തതിന് ശേഷം മാത്രമേ മുന്തിരി ഇട്ട് കൊടുക്കാവൂ. ഇപ്പോൾ ഒരു 1/4 ഭാഗം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ നേരത്തെ അരച്ച് വെച്ച ഓമക്കായയുടെ പൾപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം മൂത്ത് പഴുത്ത ഓമക്കായായിരുന്നു, അതുകൊണ്ട് നല്ല മധുരമായിരുന്നു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ഇതൊന്ന് വറ്റി വരാൻ കൂടുതൽ സമയം സിമ്മിൽ വെക്കേണ്ടി വന്നു. ഇത്ര നേരമൊന്നും വെക്കാതെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സൂത്രമുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലർത്തിയിട്ട് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മധുരത്തിനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് പാനിൽ നിന്ന് വിട്ടു വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഈ നട്ട്സിന് പകരം തേങ്ങാക്കൊത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഹൽവ അപ്പോൾ തയ്യാറായി. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റാം. ഹൽവ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഒട്ടും റിഗ്രറ്റ് തോന്നിയില്ല, കാരണം അത്രയും ടേസ്റ്റായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. 3 in 1 അടുത്തതായിട്ടുള്ളത് ഫേസ് പാക്കാണ്. അതിനുവേണ്ടി കുറച്ച് കഷ്ണം പപ്പായ മാറ്റി വെച്ചിരുന്നു. സ്കിൻ ഗ്ലോ ചെയ്യാനൊക്കെ ഈ ഫേസ് പാക്ക് വളരെയധികം ഉപകരിക്കും. നമ്മൾ ഏത് ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോഴും കയ്യിലൊരു 1/2 മണിക്കൂർ തേച്ചതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, അലർജിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മുഖത്ത് അപ്ലൈ ചെയ്യാവൂ.
ഈ കഷ്ണങ്ങളൊന്ന് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താലും മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ പപ്പായയ്ക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ ഫേസ് പാക്ക് ഇവിടെ റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.